മാവ്. കേരളത്തിലെ ഒരു പച്ചപ്പുള്ള ഗ്രാമത്തിലായിരുന്നു ആന്റണിയുടെ വീട്. അദ്ദേഹത്തിന്റെ പറമ്പിലെ വലിയൊരു മാവ് ആ വീടിന്റെ ഐശ്വര്യമായിരുന്നു. വർഷങ്ങളായി ആ മാവ് ആന്റണിക്ക് തണലും മധുരമുള്ള മാമ്പഴങ്ങളും നൽകിപ്പോന്നു. എന്നാൽ അയൽവാസിയായ മണിയന് ആ മാവ് വെറുമൊരു ശല്യമായിരുന്നു. തന്റെ മുറ്റത്ത് വീഴുന്ന മാവിലകൾ ഓരോന്നും മണിയനെ ദേഷ്യം പിടിപ്പിച്ചു. ഓരോ ദിവസവും മണിയൻ ആന്റണിയോട് വഴക്കിട്ടു. ആന്റണി, ഈ മരത്തിന്റെ കൊമ്പ് എന്റെ പുരയുടെ മുകളിലേക്കാണ് നിൽക്കുന്നത്. ഇലകളെല്ലാം എന്റെ മുറ്റം നിറയുകയാണ്, മണിയൻ ആക്രോശിച്ചു. മാവ് മുറിച്ചുമാറ്റണമെന്ന് അയാൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആന്റണിക്ക് തന്റെ മരത്തെ ജീവനായിരുന്നു, അതുകൊണ്ട് അയാൾ മൗനം പാലിച്ചു. സഹികെട്ട മണിയൻ ഒടുവിൽ പഞ്ചായത്തിൽ പരാതി നൽകി. മരത്തിന്റെ കൊമ്പുകൾ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾ വാദിച്ചു. അധികൃതർ വന്ന് പരിശോധന നടത്തി. മാവ് മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് ഉത്തരവിട്ടു. ആന്റണിയുടെ മനസ്സ് തകർന്നുപോയി. തന്റെ പ്രിയപ്പെട്ട മരത്തിന് അന്ത്യദിനം കുറിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മാവ് മുറിക്കാൻ ആളുകൾ വരുമെന്ന് ആന്റണി അറിഞ്ഞു. അന്ന് വൈകുന്നേരം അയാൾ ആ മാവിൻ ചുവട്ടിൽ ഏറെ നേരമിരുന്നു. മരത്തിന്റെ തണുപ്പുള്ള തണലിലിരിക്കുമ്പോൾ ആന്റണിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ എനിക്ക് രക്ഷിക്കാനായില്ലല്ലോ, അയാൾ മരത്തോട് മന്ത്രിച്ചു. പിറ്റേന്ന് നേരം വെളുത്തു. മരം വെട്ടുന്ന തൊഴിലാളിയായ കുട്ടൻ തന്റെ കോടാലിയും ഈർച്ചവാളുമായി ആന്റണിയുടെ മുറ്റത്തെത്തി. ആന്റണി വേദനയോടെ അകത്തേക്ക് മാറി നിന്നു. കുട്ടൻ മരത്തിന്റെ ചുവട്ടിൽ അടയാളം വെക്കാൻ തുടങ്ങി. ഗ്രാമം മുഴുവൻ ആ വലിയ മാവ് വീഴുന്നത് കാണാൻ കാത്തിരുന്നു. പെട്ടെന്ന് ആ വാർത്ത ഗ്രാമത്തിൽ പടർന്നു. ആന്റണിയുടെ അയൽവാസി മണിയൻ അന്ന് പുലർച്ചെ ഉറക്കത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. മാവ് വെട്ടാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് ആ വാർത്ത ആന്റണിയെ തേടിയെത്തിയത്. എല്ലാവരും ഞെട്ടിപ്പോയി. മാവിനെതിരെ പോരാടിയ മനുഷ്യൻ ഇല്ലാതായിരിക്കുന്നു. പക്ഷെ മരം മുറിക്കാനുള്ള വിധി അവിടെ ബാക്കി നിന്നു. മണിയന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ശവസംസ്കാരത്തിന് ആവശ്യമായ വിറക് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ മണിയന്റെ മകൻ വിനോദ് പ്രയാസപ്പെട്ടു. ഇതറിഞ്ഞ ആന്റണി തന്റെ സങ്കടങ്ങൾ മറന്ന് വിനോദിന്റെ അടുത്തേക്ക് ചെന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച മരത്തെ നൽകാൻ അയാൾ തീരുമാനിച്ചു. വിനോദേ, ഈ മരം എന്തായാലും മുറിക്കാൻ ഉത്തരവായതാണ്. നിന്റെ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾക്കായി ഈ മാവ് തന്നെ ഉപയോഗിച്ചോളൂ, ആന്റണി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. വിനോദ് നന്ദിയോടെ ആന്റണിയെ നോക്കി. മരം വെട്ടുകാരൻ കുട്ടൻ തന്റെ ജോലി തുടർന്നു. വലിയ ശബ്ദത്തോടെ മാവ് നിലംപതിച്ചു. മണിയന്റെ ശവമഞ്ചത്തിന് അരികിൽ ആന്റണിയുടെ മാവിന്റെ തടികൾ അടുക്കി വെച്ചു. താൻ ജീവിതകാലം മുഴുവൻ വെറുത്ത മുറിച്ചുമാറ്റാൻ ആഗ്രഹിച്ച അതേ മാവ് തന്നെ മണിയന്റെ ചിതയ്ക്കായി വിറക് നൽകി. പ്രകൃതിയുടെ നിശബ്ദമായ ഒരു പ്രതികാരം പോലെ, അല്ലെങ്കിൽ വലിയൊരു കാരുണ്യം പോലെ, ആ വിറകുകൾ എരിഞ്ഞു തീർന്നു.